ഒരു ചെറിയ മുന്നറിയിപ്പോടുകൂടി തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ആമുഖമായിട്ട് കണ്ടാൽ മതി. പണ്ട് സൽമാൻ അയ്യർ പറഞ്ഞതുപോലെ, ആസ് പെർ ദ ഡോക്യുമെൻറ്റേഷൻ ആക്ട്, എവറി ഡോക്യുമെൻറ്റേഷൻ ഷുഡ് ബി ഡോക്യുമെൻറ്റഡ് ഫോർ ദ ഫ്യൂച്ചർ ഡോക്യുമെൻറ്റേഷൻ. ദിസ് ഡോക്യുമെൻറ്റേഷൻ ഈസ് ഫോർ ദ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ്. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. പണ്ട് പള്ളി ദർസിൽ പഠിക്കുന്ന കാലത്ത് മീസാൻ കിതാബിൽ അവാമിൽ എൻ്റെ സുസ്താദ് ചൊല്ലി പഠിപ്പിച്ചു തന്ന ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു. അലാ ലൈത്ത ഷബാബ് യൗദ് യൗമ ഫൗഖ്ബിർഹു ബിമാ ഫഅലൽ മഷീബി. അഥവാ ഒരു മാത്രമേ ഞാനൊരു യൗവനം തിരികെ വന്നിരുന്നുവെങ്കിലെന്ന് കൊതിച്ചു പോവുകയാണ്. ഫൗഖ്ബിർഹു ബിമാ ഫഅലൽ മഷീബി. എൻ്റെ ഈ നര എന്നോട് കാട്ടിയ ക്രൂരതകൾ ഒന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആറിൻ്റെ ഹർഫുകളെ കാനയുടെ സഹോദരിമാരെയൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ട് അന്നയുടെ കാറ്റഗറിയിലോട്ട് വന്ന് ലൈറ്റയിലെത്തിയപ്പോൾ അതിനെയൊക്കെ ഓർത്ത് പാടിയൊരു വിലാപകാവ്യം മാത്രമായിരുന്നു 16 തികയാത്ത അന്ന് നമുക്ക് ഈ വരികൾ എന്നത്. പിന്നീട് അഥവാ ഇപ്പോൾ നരയൊന്നും വന്നില്ലെങ്കിലും ഈ നിറം മങ്ങിപ്പോയ നമ്മുടെ ഡേ ടു ഡേ നിലവിലത്തെ ജീവിതങ്ങളോട് അല്ലെങ്കിൽ ഈ ജീവിത അധ്യായങ്ങളോട് വിളിച്ചു പറയാൻ തോന്നുവാണ് ഈ വരികളെ പറ്റിയിട്ട്. പണ്ടത്തെ ആ ഒരു തുടിയും എനർജിയും എല്ലാത്തിനേക്കാളും കൽബിൽ നരബാധിച്ചു പോയ ഈ ഒരു പ്രസൻറ്റ് ലൈഫിനെ പറ്റിയിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഈ ഓഫീസ് വീട് ജീവിതമൊന്നും മടിക്കാത്തവരെ ആരുമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കിയാലോ ഒന്ന് നോക്കുക. എല്ലാം ഒന്ന് തിരിച്ചു പിടിച്ച് ഞാൻ തുടങ്ങി ഒരു മീനിങ് ഫുൾ ലൈഫ് ചിട്ടപ്പെടുത്തിയെടുത്ത്, അഥവാ ദാറ്റ് ഓൺ ഓൾഡ് ഇക്ബാലിനെ കണ്ടെത്തി ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കോമഡിയുടെ പര്യായമല്ല എന്ന് പ്രൂവ് ചെയ്യാൻ കമ്പാക്കൊന്നുമല്ല, എന്നാലൊരു 5-6 മാസത്തേക്കൊരു ന്യൂ പ്ലാൻ എക്സിക്യൂഷനായിട്ട്, അഥവാ നമ്മുടെ ഫേസ് 2, ആ ഫേസ് 2ൻ്റെ പ്ലാൻ എക്സിക്യൂഷനാണ് ഫേസ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫേസ് 2 നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ മുഴുവൻ ചെയ്യുന്നത്. എനിവേ ഫിർ മിലുങ്കെ ചലത്തെ ഫേസ് 2ൻ്റെ ബാക്കി അപ്ഡേറ്റുമായിട്ട് എപ്പിസോഡ് 2 ഉടനെ തന്നെ വരുന്നതാണ്.